കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആദിവാസി യുവാവിനെ സന്ദർശിച്ച് പിന്നോക്ക ഹിന്ദു മുന്നണി നേതാക്കൾ. മെഡിക്കൽ കോളേജിലെത്തിയ നേതാക്കൾ പരിക്കേറ്റ ബിജുവിന് അടിയന്തര സഹായങ്ങൾ നൽകണമെന്നും ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന വയനാട് പുൽപ്പള്ളി മേലേക്കാപ്പ് ആദിവാസി കോളനിയിലെ ആദിവാസി യുവാവ് ബിജുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടത്ര പരിഗണന രാഷ്ട്രീയക്കാരോ സർക്കാരോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ നൽകിയില്ലെന്ന് പിന്നോക്ക ഹിന്ദു മുന്നണി നേതാക്കൾ പറഞ്ഞു. ബിജുവിനെ സഹായിക്കാൻ ആരുമില്ലെന്നറിയിച്ച് കുടുംബം സമീപിച്ചപ്പോഴാണ് പിന്നോക്ക ഹിന്ദു മുന്നണി സംസ്ഥാന പ്രസിഡന്റ് കെ റിലേഷ് ബാബു, ഹനുമാൻ സേന ഭാരത് ചെയർമാൻ ഭക്തവത്സലൻ, രാജീവ് PR, കുട്ടപ്പൻ മേലേക്കാപ്പ്, അനിരുദ്ധ് ബാബു, അനിൽ ദത്ത് എന്നിവർ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയതെന്നും നേതാക്കൾ പറഞ്ഞു. 8 ദിവസമായിട്ടും ഈ സാക്ഷര കേരളത്തിൽ പ്രബുദ്ധരായ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും മറ്റും നിറഞ്ഞു നിൽക്കുന്ന ഈ കേരളത്തിൽ ഈ 22 വയസ്സുകാരനെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സംഭവം അറിഞ്ഞ് അവിടെ ഇതിൻ്റെ വനസംരക്ഷകരും വന്യമൃഗ സംരക്ഷകരുമെല്ലാം ഉണ്ട്. ഫോറസ്റ്റുകാർ പേരിന് മാത്രം സംഭവം സന്ദർശിക്കുകയും 1000 രൂപ തൽക്കാലം ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് ആ കുടുംബത്തിൻ്റെ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് തടിയുകയാണ് ചെയ്തത്. കേവലം ദൗർഭാഗ്യകരമായ സംഭവമാണ്. ദാരിദ്ര്യത്തിൻ്റെ പടികുഴിയിൽ വീണ് കിടക്കുന്ന ഈ കുടുംബങ്ങളെ ഒന്ന് കൈപിടിച്ചുയർത്തുവാൻ, അവരെ സമാശ്വാസിപ്പിച്ചുകൊണ്ട് അവരെ ഒരു പരിവർത്തനം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം, ശരീരത്തിനാവശ്യമായുള്ള മരുന്നോ മറ്റ് സൗകര്യങ്ങളോ ചെയ്യുവാനുള്ള സാമ്പത്തിക സഹായം പോലും ഇവിടുത്തെ ഗവൺമെൻറ്റോ ഇവിടുത്തെ ഭരണകൂടമോ ഫോറസ്റ്റോ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി മാത്രം ഒരു വനം വകുപ്പുണ്ട്. ആശുപത്രിയിൽ ബിജുവിനെ സന്ദർശിച്ച നേതാക്കൾ ബന്ധപ്പെട്ട അധികൃതരോട് യുദ്ധകാലാടിസ്ഥാനത്തിൽ സഹായം എത്തിക്കുവാനും അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓൺ കെയർ ക്യാൻസർ പ്രിവെൻഷൻ ആൻഡ് സ്ക്രീനിംഗ് സെന്റർ ഏപ്രിൽ 28-ന്